ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. കേരള PSC PYQ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ എപ്പിസോഡ് 16 ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 134/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജോസഫ് നോയൽ പാറ്റൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ടിപ്പു സുൽത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപന ദിനം പെരിഹീലിയൻ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ജനുവരി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഡെറാഡൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വരന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷ്ണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ശരിയായ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കൽക്കരിയാണ്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PSC ആൻസർ കീയിൽ തന്നിട്ടുണ്ടായിരുന്ന ആൻസർ ഭൗമ താപോർജ്ജമാണ്. ഒട്ടും തന്നെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരിയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത? ആൻസർ ഓപ്ഷൻ ബി, NW3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അനുവാദിനി. ഇന്നത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. താങ്ക്